ഹായ് ഫ്രണ്ട്സ്, നമ്മളിതിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഉഴുന്ന് വട. അതിനിപ്പോൾ ഇത് 2 ഗ്ലാസ് ഉഴുന്ന് ഞാനിപ്പം 240 ml ഉള്ള 2 കപ്പ് ഉഴുന്ന് കുതിർത്ത് വെച്ചതാണ്. ഇതിപ്പം 3ആയിട്ട് അരച്ചെടുക്കുവാണ്. അരയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ വളരെ കുറച്ച് വെള്ളം അരച്ച് വേണം അരയ്ക്കാനായിട്ട്. അതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് കറക്റ്റ് ആണോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്ലാസ്സിലെ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഫുള്ളായിട്ട് പൊങ്ങി കിടക്കുവാണെങ്കിൽ മനസ്സിലാവും കറക്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഫുൾ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളത് എത്ര വെള്ളം കുറച്ച് അരയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് അരയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വട ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിൽ കിട്ടത്തില്ല. ഇപ്പം ആദ്യത്തെ സെറ്റ് അരച്ചു. ഇതുപോലെ ഇനി അടുത്ത ബാക്കി മുഴുവൻ അരച്ചിട്ട് പിന്നെ അരച്ചെടുക്കാം ബാക്കി. നോക്കിക്കേ, ഇതിങ്ങനെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ ഈ 2 കപ്പ് ഉഴുന്നിന് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം എടുത്തു അരയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റവയും. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ബാക്കിയുള്ളതിടാം. ഇതിങ്ങനെ മിക്സ് നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം വെക്കണം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആക്കി വെക്കുവാണെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ ആക്കാൻ പറ്റും. ഒരു 3 മണിക്കൂറോളം ഇതിരിക്കട്ടെ. നേരത്തേക്ക് അത് ശരിക്കും അത് ഫെർമെൻറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്കതിൻ്റെ അല്ലാതെ ആദ്യം ഉണ്ടാക്കി കുറച്ച് കട്ടിയായിട്ട് തോന്നും. പിന്നെ ഈ ഉഴുന്നിൻ്റെ ചൊവയും ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റൈസ് പൗഡറും അരിപ്പൊടിയും റവയൊക്കെ ഇട്ടിരിക്കുന്നത്. അത് കൈ കൊണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലത്. കൈ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഇതിനെ അടച്ചു വെക്കാം. നല്ല ചൂടുണ്ട് ഇപ്പം, അതുകൊണ്ടാണ്. നല്ല തണുപ്പ് സമയത്താണെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ വെക്കണമായിരിക്കും. നല്ല ചൂട് ടൈം ആയതുകൊണ്ട് 3 മണിക്കൂർ മതി. അപ്പം 3 മണിക്കൂർ നമ്മൾ വെച്ചിരുന്ന മാവാണിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്. 3 മണിക്കൂർ കഴിഞ്ഞു. നോക്കി, നമ്മൾ നേരത്തെ വെച്ചതിനേക്കാളൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇതുണ്ട്, സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് മാവ്. നമുക്കിതിനകത്ത് ബാക്കി ചേർക്കാനായിട്ട് ഒരു 1/2 സവോള അരിഞ്ഞത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ കായം. നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും പക്ഷേ ആ ഉപ്പ് മതിയാവത്തില്ല. അപ്പം നമുക്കിതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്നുണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നേരത്തെ ഇട്ടത് കുറവാകാനാണ് സാധ്യത. നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി ഒത്തിരി വെള്ളമാകത്തില്ല. നോക്കട്ടെ, ലേശം ഉപ്പും കൂടി വേണം. ഇപ്പം എണ്ണ നമുക്ക് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു ഉഴുന്നുവടയ്ക്കുള്ള മാവ് എടുക്കാം. ആക്ച്വലി വെള്ളം കയ്യിൽ തൊട്ടിട്ട് വേണം നമുക്ക് ഇത് എടുക്കാനായിട്ട്, കയ്യിലൊട്ടാതിരിക്കാനായിട്ട്. പിന്നെ നടുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നമ്മൾ മറ്റേ കയ്യിലോട്ട് ഒരു തുള ഇങ്ങനെ നടുക്കൂടി ഉണ്ടാക്കണം. തീ കുറച്ച് വെക്കാം, മീഡിയത്തിൽ വെക്കാം.
കണ്ടോ ഇടുമ്പോൾ നല്ല പൊങ്ങി വരുന്നുണ്ട് കറക്റ്റായിട്ട്. ഒത്തിരി തീ വെച്ച് വെച്ചാൽ അതകം വേകാതിരിക്കും. നമ്മൾ മീഡിയത്തിൽ വെച്ചാൽ മതി. ഒരു സൈഡ് ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ കറുത്ത സൈഡ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് തുളയൊക്കെ. മൂത്തിട്ടുണ്ട്. നമുക്കത് വാങ്ങാം. എടുത്ത് പ്ലേറ്റിലോട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. ഈ റെസിപ്പി ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉള്ളി കുറച്ച് നേരം ഒന്ന് ഉഴുന്ന വെള്ളത്തിലിട്ട് വെക്കണ സമയവും അരച്ചിട്ട് വെക്കണ സമയവുമാണ് നോക്കണം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണം. രാവിലെയാണോ വൈകിട്ടാണോ എപ്പോഴാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. ബാക്കിയെല്ലാം എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ വടയെല്ലാം എടുത്ത് ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്നിയുടെ കൂടെ കഴിക്കാം. ഒരു 2 ഗ്ലാസ്സിൽ നമുക്ക് ഏകദേശം ഒരു 12 വട മീഡിയം സൈസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.